JDBC database connections. ഒരു appropriate driver install ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡാറ്റാബേസുമായിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 സിമ്പിൾ സ്റ്റെപ്പാണ് ഉള്ളത്. ഫസ്റ്റ് വൺ, ഇമ്പോർട്ട് JDBC പാക്കേജ്. അതായത് JDBC പാക്കേജിനൊക്കെ ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് ആണ് നമ്മൾ JDBC പാക്കേജിനെ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ നമ്മുടെ ജാവ പ്രോഗ്രാമിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സും അതൊക്കെ ഇമ്പോർട്ട് ചെയ്യാം, ഇമ്പോർട്ട് കീവേഡ് യൂസ് ചെയ്തിട്ട്. സെക്കൻഡ് വൺ, രജിസ്റ്റർ JDBC ഡ്രൈവർ. നമ്മൾ JDBC ഡ്രൈവറിനെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് JVM നമ്മുടെ ഡ്രൈവറിനെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജാവ വിർച്വൽ മെഷീൻ ഡ്രൈവറിനെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യും. തേർഡ് സ്റ്റെപ്പ്, ഡാറ്റാബേസ് URL ഫോർമുലേഷൻ. ഇതിൽ നമ്മൾ ചെയ്യുന്നത് എവിടേക്കാണോ നമ്മുടെ ഏത് ഡാറ്റാബേസിലേക്കാണോ നമുക്ക് പോയിൻ്റ് ചെയ്യേണ്ടത് ആ ഡാറ്റാബേസിൻ്റെ അഡ്രസ്സാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ, ക്രിയേറ്റ് കണക്ഷൻ ഒബ്ജക്റ്റ്. നമ്മൾ ഒരു കണക്ഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഗെറ്റ് കണക്ഷൻ ഓഫ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്, ഇമ്പോർട്ട് JDBC പാക്കേജ്. ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മുടെ ജാവ കമ്പൈലറിന് പറഞ്ഞു കൊടുക്കുക എവിടെയാണ് നമ്മൾ ഈ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ക്ലാസ്സൊക്കെ ഉള്ളത് എന്നുള്ളത് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് പറയുക. നമ്മളെപ്പോഴും ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ കോഡിൻ്റെ ബിഗിനിങ്ങിലായിരിക്കണം കൊടുക്കുന്നത്. എക്സാമ്പിളിൽ ഇമ്പോർട്ട് java.sql. ഇത് സ്റ്റാൻഡേർഡ് JDBC പ്രോഗ്രാംസിന് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ദെൻ ഇമ്പോർട്ട് java.math.star for big decimal and big integer support. രജിസ്റ്റർ JDBC ഡ്രൈവർ. JDBC ഡ്രൈവർ നമ്മൾ ഒരു പ്രാവശ്യം മാത്രമേ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ രജിസ്റ്റർ ചെയ്തിരിക്കണം. 2 വേയിലാണ് നമ്മൾ JDBC ഡ്രൈവറിനെ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. അപ്രോച്ച് 1, class.forNameOf. ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് അപ്രോച്ച്. class.forName എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ അപ്രോച്ചാണ്. ഇത് ഡൈനാമിക്കലി നമ്മളുടെ ഡ്രൈവർ ക്ലാസ് ഫയലിനെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യും ആൻഡ് ഓട്ടോമാറ്റിക്കലി രജിസ്റ്റർ ചെയ്യും. ദിസ് മെത്തേഡ് ഈസ് പ്രിഫറബിൾ ബിക്കോസ് ഇറ്റ് അലൗസ് you to make the driver registration configurable and portable. ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് class.forNameOf മെത്തേഡ്. ദെൻ ഇത് നമ്മുടെ ഡ്രൈവർ ക്ലാസ്സിനെ ഡൈനാമിക് ആയിട്ട് മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യും. ഓക്കെ, അപ്രോച്ച് 2, ഡ്രൈവർ മാനേജർ ഡോട്ട് രജിസ്റ്റർ ഡ്രൈവർ ഓഫ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന പോലത്തെ ഒരു നോൺ JDK കംപ്ലൈൻറ്റ് JVM ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പോഴാണ് രജിസ്റ്റർ ഡ്രൈവർ ഓഫ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുക. ഡാറ്റാബേസ് URL ഫോർമുലേഷൻ. നമ്മൾ ഡ്രൈവറിനെ ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഡ്രൈവർ മാനേജർ ഡോട്ട് ഗെറ്റ് കണക്ഷൻ ഓഫ് മെത്തേഡ്. ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇനി 3 ഓവർലോഡഡ് മെത്തേഡാണുള്ളത് ഗെറ്റ് കണക്ഷന്. ഗെറ്റ് കണക്ഷൻ ഓഫ് സ്ട്രിംഗ് URL, get connection of string URL, properties prop, get connection of string URL, string user, string password. ഈ 3 ഓവർലോഡഡ് മെത്തേഡ്
നോക്കുമ്പോഴും അതിനകത്ത് സ്ട്രിങ് URL എന്ന് പറയുന്നത് കോമൺ ആണ്. അപ്പോൾ URL നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. URL എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റാബേസിനെ പോയിൻ്റ് ചെയ്യുന്ന അഡ്രസ്സ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഡാറ്റാബേസുമായിട്ടാണ് കണക്ഷൻ വേണ്ടത്. അപ്പോൾ ആ ഡാറ്റാബേസിനെ പോയിൻ്റ് ചെയ്യുന്ന അഡ്രസ്സാണ് URL പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ക്രിയേറ്റ് കണക്ഷൻ ഒബ്ജക്റ്റ്. നമ്മൾ URL ഫോർമുലേഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി കണക്ഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് അടുത്ത ജോലി. നമ്മൾ മൂന്ന് മെത്തേഡ്, ഓവർലോഡഡ് മെത്തേഡാണ് ഗെറ്റ് കണക്ഷന് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് സ്ട്രിങ് URL, പിന്നെ വരുന്നത് സ്ട്രിങ് URL, യൂസർ നെയിം, പാസ്വേഡ്. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് URL, യൂസർ നെയിം ആൻഡ് പാസ്വേഡ് വെച്ചിട്ട് കണക്ഷൻ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇതാണ് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് പറയുന്നത് യൂസിങ് ഓൺലി ഡാറ്റാബേസ് URL. ഇതിനകത്ത് നമ്മൾ യൂസർ നെയിമോ പാസ്വേഡോ വയ്ക്കുന്നില്ല, വെറും URL മാത്രം. അതായത് ഡാറ്റാബേസ് അഡ്രസ്സ് മാത്രമേ പോയിൻ്റ് ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇതിൻ്റെ സിൻടാക്സ് ആണ് ഡ്രൈവർ മാനേജർ ഡോട്ട് ഗെറ്റ് കണക്ഷൻ ഓഫ് സ്ട്രിങ് URL. തേർഡ് വേ ആണ് യൂസിങ് എ ഡാറ്റാബേസ് URL ആൻഡ് എ പ്രോപ്പർട്ടീസ് ഒബ്ജക്റ്റ്. URL ഒറ്റയ്ക്കുണ്ട്, URL യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ആൻഡ് URL പ്രോപ്പർട്ടീസ് ഒബ്ജക്റ്റ്. ഇതിൻ്റെ സിൻടാക്സ് ആണ് ഡ്രൈവർ മാനേജർ ഡോട്ട് ഗെറ്റ് കണക്ഷൻ ഓഫ് സ്ട്രിങ് URL പ്രോപ്പർട്ടീസ് ഇൻഫോ. ഈ പ്രോപ്പർട്ടീസ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെറ്റ് ഓഫ് കീവേഡ് വാല്യൂ പെയർസ്. It is used to pass driver properties to the driver during a call to the get connection of method. Get connection of method കോൾ ചെയ്യുന്ന സമയത്ത് ഡ്രൈവർ പ്രോപ്പർട്ടീനെ ഡ്രൈവറിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോപ്പർട്ടീസ് ഒബ്ജക്റ്റ് വെക്കുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് ക്ലോസിങ് JDBC കണക്ഷൻ. നമ്മളെപ്പം ഒരു JDBC കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തോ അത് ലാസ്റ്റ് നമ്മൾ ആ JDBC കണക്ഷനെ നമ്മൾ ക്ലോസ് ചെയ്തിരിക്കണം. ഇനി ഇല്ല, നമ്മൾ ക്ലോസ് ചെയ്യാൻ മറന്നെന്നുണ്ടെങ്കിൽ ജാവാസ് ഗാർബേജ് കളക്ടർ അത് ക്ലോസ് ചെയ്യും. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ വരുത്തരുത്. നമ്മളെപ്പോഴും JDBC പ്രോഗ്രാം ക്ലോസ് ചെയ്തിരിക്കണം, JDBC കണക്ഷൻ ക്ലോസ് ചെയ്തിരിക്കണം. ഇനി നമ്മൾ എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്ലോസ് ഓഫ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്യുക. എപ്പോഴും നമ്മൾ ഒരു ഫൈനലി ബ്ലോക്ക് നമ്മുടെ കോഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ക്ലോസിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് CONN ഡോട്ട് ക്ലോസ് ഓഫ് ഫങ്ഷൻ, ക്ലോസ് ഓഫ് ആണ് ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. താങ്ക് യു.